ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും പീഡന പരാതികളിലും ആടിയുലഞ്ഞ സിനിമാ മേഖല. ജയസൂര്യ, മുകേഷും അടക്കം 7 പേർക്കെതിരെ പരാതി നൽകി മീനു മുനീർ. ശ്രീകുമാർ മേനോനും ബാബുരാജിനുമെതിരെയും പരാതികളുണ്ട്. മുൻകൂർ ജാമ്യത്തിന് കരുക്കൾ നീക്കി ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്തും പുതിയ ആരോപണങ്ങളുമായി ജൂനിയർ ആർട്ടിസ്റ്റ് സന്ധ്യയും രംഗത്തെത്തി. സിനിമാ മേഖലയിലെ ചൂഷണങ്ങളുടെയും പീഡനങ്ങളുടെയും പേരിൽ കൂടുതൽ പേർ പരാതിയുമായും അനുഭവകഥകളുമായും ഇന്നും രംഗത്തെത്തി. ജൂനിയർ ആർട്ടിസ്റ്റ് മിനു മുനീർ, ചലച്ചിത്ര താരങ്ങളായ ജയസൂര്യ, മുകേഷ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ, സിനിമ അണിയറ പ്രവർത്തകരായ വിച്ചു, നോബിൾ എന്നിവർക്കെതിരെ സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ പരാതി നൽകി. സംവിധായകൻ ശ്രീകുമാർ മേനോൻ, നടൻ ബാബുരാജ് എന്നിവർക്കെതിരെ മറ്റൊരു ജൂനിയർ ആർട്ടിസ്റ്റും പരാതി നൽകി. ഇവർ നാട്ടിൽ മടങ്ങിയെത്തിയ ശേഷം അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതേസമയം പ്രൊഡക്ഷൻ കൺട്രോളർ വിച്ചു അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറായാലേ സിനിമയിൽ അവസരങ്ങൾ ലഭിക്കൂ എന്ന് തന്നോട് പറഞ്ഞതായും നടൻ മുകേഷ് തന്റെ സുഹൃത്തിന്റെ അമ്മയോട് അപമര്യാദയായി പെരുമാറിയതായും ജൂനിയർ ആർട്ടിസ്റ്റ് സന്ധ്യ ആരോപിച്ചു. എന്നാൽ സുഹൃത്തിന്റെ പേര് വെളിപ്പെടുത്താൻ ഇവർ തയ്യാറായിട്ടില്ല. കുറെ നടികളൊക്കെ വന്നിരിക്കുന്നത് ഈ വഴി വന്ന് തന്നെയാണ്. അവരൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് ഈ മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇതൊക്കെ തന്നെ ചെയ്യേണ്ടി വരും. ഈ ഒരു കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ്, പ്രൊഡക്ഷൻ മാനേജേഴ്സ് പറയാറുണ്ട്. എടുത്തു പറയാനായിട്ട് വിച്ചു ഉണ്ട്. ഒരു 3-4 മാസം മുന്നേ പുള്ളിയോട് സംസാരിച്ചപ്പോൾ ഫോണിൽ കൂടെയാണ്, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. മുകേഷ് എന്ന് പറഞ്ഞ ആക്ടറാണ്, എനിക്കറിയാവുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അവരിപ്പോൾ ഫീൽഡിലില്ല, അവർ നേരത്തെ ഉണ്ടായിരുന്നു. ഒരു മാരീഡ് സെറ്റിൽഡായി. അപ്പോൾ അവരാരും വീട്ടിലില്ലാത്തപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ മദറിൻ്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തു. എങ്ങനെയൊക്കെ അഡ്രസ്സ് കണ്ടുപിടിച്ച് വീട്ടിൽ പോയി മിസ്ബിഹേവ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അവർ ആ ഫിലിം ഫീൽഡിനെ വിട്ടു. അവർക്ക് ആ സ്ത്രീക്ക് അടിച്ചു പുറത്താക്കേണ്ടി വന്നു പുള്ളിയെ. ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ പരാതിയിൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തതോടെ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ആലോചനയിലാണ് സംവിധായകൻ രഞ്ജിത്ത്. ഇതിനായി മുതിർന്ന അഭിഭാഷകരിൽ നിന്നും നിയമോപദേശം തേടിയിട്ടുണ്ട്. എന്നാൽ രഞ്ജിത്തിനെ ഇപ്പോൾ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തേണ്ട എന്ന നിലപാടിലാണ് ഫെഫ്ക. രഞ്ജിത്തിനെതിരെ FIR ഇട്ടത് പരാതിയിൽ സ്വീകരിക്കുന്ന സ്വാഭാവിക നടപടി എന്ന നിലയിലാണ് ഫെഫ്ക വിലയിരുത്തുന്നത്. ഇതേസമയം അമ്മയിലെ കൂട്ടരാജി സിനിമാ മേഖലയെ ആകെ ബാധിച്ചിട്ടുണ്ട്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.